Hi friends, first of all, thanks for your continued support. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഹ്യൂസ്റ്റണിലെ മെമ്മോറിയൽ സിറ്റി മാൾ. ഇന്ന് നമ്മുടെ യാത്ര ഈ മാളിലേക്കുള്ളതാണ്. മാളിൻ്റെ പുറഭാഗമുള്ള കാഴ്ചകളാണിത്. ധാരാളം പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ഒരു സൈഡിൽ ഉള്ള വ്യൂസ് ആണ് കേട്ടോ. ഇവിടെ ഫസ്റ്റിൽ എൻട്രൻസ് ഉണ്ട്, ഒരു സൈഡിലെ എൻട്രൻസ് ഉണ്ട്, മറ്റു 3-4 എൻട്രൻസ് വേറെയും ഉണ്ട് ഇതിന് കേട്ടോ. ഇതിലൂടെ എൻട്രി ചെയ്താൽ ഫസ്റ്റിൽ കാണുന്നതാണിത്. ഇന്ന് ഹ്യൂസ്റ്റണിൽ തണുപ്പ് കുറച്ച് കൂടുതലാണ്. ആൾക്കാർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫയറിന് ചുറ്റും ഇരുന്നതായിട്ട് കാണാം. ഇത് ഈ മോളിലെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അവർ ക്ലാരിഫൈ ചെയ്തു തരും. ഇവിടെ പല സ്ഥലത്തുമായിട്ട് ഇതുപോലെയുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഡൗൺ ടൗൺ ഹ്യൂസ്റ്റണിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ മോള് ഹ്യൂസ്റ്റണിലെ വലിയ മോളുകളിൽ ഒന്നാണ്. ധാരാളം തിരക്കേറിയ ഒരു മോള് കൂടിയാണിത്. ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഔട്ട്ലെറ്റ്സ് ആയ ടാർഗറ്റ്, JC Penney, മെക്കോസ് എന്നിവ കൂടാതെ സിനിമാർക്ക് എന്ന് പറയുന്ന ഒരു തിയേറ്റർ കൂടി ഇതിനകത്തുണ്ട്. ഇത് സിനിമാർക്ക് സിനിമ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഈ തിയേറ്റർ മാത്രമേ ഉള്ളൂ. ഇനി ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. അതിൽ വലിയവർക്കും പ്രവേശിക്കാം. +110 സ്റ്റോർസും ഔട്ട്ലെറ്റ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞതുമാതിരി വളരെയധികം ആൾക്കാരടുക്കുന്ന ഒരു മോളാണിത്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഈവനിങ് ടൈമായി, അപ്പോൾ ആൾക്കാരൊക്കെ കുറയാൻ തുടങ്ങി. കണ്ടോ, ലോൺസൊക്കെ ആയിട്ടുള്ള ഈ ഏരിയയും കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന ഐസ് സ്കേറ്റിംഗ് ഏരിയ. ധാരാളം കുട്ടികൾ അവിടുന്ന് ഐസ് സ്കേറ്റിംഗ് പഠിക്കുന്നതുമുണ്ട്, പിന്നെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുമുണ്ട്.
ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ മോളിലെ പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാർബക്സിൻ്റെ ഈ കോഫി ഹൗസിൽ ധാരാളം ആൾക്കാർ അടുക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ്. വളരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മോളാണിത്. അത് ഇവിടെയുള്ള എല്ലാ മോളുകളും, മിക്കവാറും എല്ലാ മോളുകളും അങ്ങനെ തന്നെയാണ്. എല്ലാ മാളിലെയും പോലെയും ഇവിടെ വളരെയധികം അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ് ഫുഡ് കോർട്ട്. കണ്ടോ, വളരെ വിശാലമായൊരു ഫുഡ് കോർട്ടാണ് ഇവിടെയുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ഫുഡ് കോർട്ടാണിത്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.